പാല്, പഞ്ചസാര, മുട്ട. സാധാരണ ഇക്കാക്ക് എന്തുണ്ടാക്കി കൊടുത്താലും ഇതിലിപ്പോൾ എന്തിട്ടണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നൊന്നും ചോദിക്കല് ഒരു ശീലമില്ല. പക്ഷെങ്കിൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ഇതിലെന്താ ഇട്ടേന്ന് ചോദിക്കുന്നത്. ആ സ്പെഷ്യൽ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 2 പാത്രം ഒരേപോലെ ചൂടാകാൻ വെച്ചിട്ട് ഒന്നിൽ 3 കപ്പ് പാലും ഒന്നിൽ 1/2 കപ്പ് പഞ്ചസാരയും കാരമലൈസ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ ഇപ്പുറത്ത് 3 മുട്ടയും 2 ടീസ്പൂണ് വാനില എസൻസും കൂടി വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് നമ്മളെ പഞ്ചസാര ഇതാ അലിഞ്ഞു തുടങ്ങും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെറുതെ വെച്ചാൽ മതിട്ടാ, പഞ്ചസാര മെൽറ്റ് ആയിക്കോളും. കരിഞ്ഞു പോകാണ്ട് നോക്കണേ. എന്നിട്ട് തിളച്ച പാലിലേക്ക് ഒഴിക്കുമ്പോൾ ഇതേപോലെ കട്ടയാവും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും അല്ലാ പഠിച്ചാൻ എൻ്റെ പുഡിങ് ഫ്ലോപ്പായിന്ന്. ഇല്ല, അതങ്ങ് മെൽറ്റ് ആയിക്കോളും. പാല് മൊത്തം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ മെൽറ്റ് ആവട്ടാ. എന്നിട്ട് പാല് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ ഈ മുട്ടൻ്റെ മിക്സിലേക്ക് ഒഴിക്കുക. ചൂടാറുന്നതിന് മുന്നേ ഒഴിച്ചാൽ മുട്ട ഓംലേറ്റ് ആയി പോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് ചൂടാറിയിട്ട് വയ്ക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത സ്മൂത്ത് പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു മാറ്റിക്കോ കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പ്ലേറ്റിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്, സിംഗിൾ ബൗളിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വലിയ ട്രെയിലാണെങ്കിൽ അങ്ങനെ, അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്യണേ. ഒന്നുകിൽ ക്ലിംഗ് ടാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചാലും മതി. നമ്മളിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങരുത്, അത്രയേ ഉള്ളൂ. 15 to 20 മിനിറ്റ് ഇങ്ങനെ ആവി കയറ്റുക. സ്റ്റീമർ ഇല്ലാത്തവർക്ക് ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്യാട്ടോ. എന്നിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഈ കാരമലിൻ്റെ ടേസ്റ്റാണ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. ഉണ്ടാക്കി നോക്കണം. കറക്റ്റ് പുഡിങ്ങിൻ്റെ ടെക്സ്ചറുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. മുട്ടൻ്റെ ടേസ്റ്റ് ഏടി ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ചൈന ഗ്രാസും ജെലാറ്റിനും കോൺഫ്ലോറും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മുട്ട വെച്ചിട്ടും സിമ്പിൾ പുഡിങ് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ബൈ.